നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM രാഷ്ട്രീയത്തിൽ കാലങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന വിഭാഗീയതയുടെ കനലുകൾ വീണ്ടും ജ്വലിപ്പിച്ചുകൊണ്ട് മുതിർന്ന നേതാവ് ജി സുധാകരൻ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ അത് കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. ഇപ്പോൾ ആകെ ഭയന്നിരിക്കുന്നത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPM എന്ന പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ P. കൃഷ്ണപിള്ളയുടെ സ്മാരകം 2013 തകർക്കപ്പെട്ട സംഭവം. ഇപ്പോൾ അതിനെ ചൊല്ലി ചില ചർച്ചകളും വിവാദങ്ങളും വീണ്ടും ഉടലെടുക്കുമ്പോൾ ജി സുധാകരൻ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില പരാമർശങ്ങളാണ് ഒരു വലിയ രാഷ്ട്രീയ ബോംബായി വന്നു പതിക്കുന്നത്. അന്ന് P. കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർക്കപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി സജി ചെറിയാനുമെതിരെയാണ് സുധാകരൻ നേരിട്ട് വിരൽ ചൂണ്ടിയതോടെ പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്നത്. കേവലം ഒരു ആരോപണത്തിനപ്പുറം വരും ദിവസങ്ങളിൽ സുധാകരൻ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തുവിടുമോ എന്ന ഭീതിയിലാണ് CPM നേതൃത്വം. 2013 ഒക്ടോബർ 31 പുലർച്ചെ നടന്ന ആക്രമണത്തിൽ മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തെയും സുധാകരൻ സംശയനിഴലിൽ നിർത്തുന്നു. പുലർച്ചെ നടന്ന സംഭവത്തിൽ സജി ചെറിയാൻ എങ്ങനെ അത്ര വേഗത്തിൽ അവിടെ എത്തി എന്ന സുധാകരന്റെ ചോദ്യം ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ കൃത്യമായ അന്വേഷണം വേണ്ടെന്ന് തീരുമാനിച്ചതും സ്മാരകം തകർത്ത യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്നുള്ള സുധാകരന്റെ പ്രസ്താവനയും പിണറായിയുടെ വിശ്വസ്തർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. CPMലെ VS പിണറായി വിഭാഗീയത അതിൻ്റെ ഉച്ചസ്ഥായിൽ നിന്ന കാലത്താണ് കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ടത്. VSന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ലതീഷ് B. ചന്ദ്രൻ ഉൾപ്പെടെയുള്ള VS പക്ഷക്കാരെ പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയതും പിണറായി പക്ഷത്തിന്റെ ആസൂത്രിത നീക്കമായിരുന്നുവെന്ന് അന്ന് തന്നെ ആരോപണമുണ്ടായിരുന്നു. 2020 തെളിവുകളുടെ അഭാവത്തിൽ കോടതി എല്ലാ പ്രതികളെയും വിട്ടയച്ചപ്പോൾ CPM അപ്പീലിന് പോകാതിരുന്നത് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനാണെന്ന സുധാകരന്റെ വാദം ഇപ്പോൾ ശരിവെക്കപ്പെടുകയാണ്. സുധാകരന്റെ ഈ വെളിപ്പെടുത്തൽ CPM നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട്. അമ്പലപ്പുഴയിലെയും ആലപ്പുഴയിലെയും പാർട്ടി കാര്യങ്ങളിൽ ദശാബ്ദങ്ങളായി ആധിപത്യം പുലർത്തിയിരുന്ന സുധാകരനെ പാർട്ടിയുടെ അടിയൊഴുക്കുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നാണ് സജി ചെറിയാൻ സുധാകരനെതിരെ ഇപ്പോൾ ആഞ്ഞടിക്കുന്നത്. സുധാകരന്റെ പ്രസ്താവന പരാജയഭീതി കൊണ്ടാണെന്നും അദ്ദേഹം അധംപതിച്ചു പോയെന്നും സജി ചെറിയാൻ ആരോപിക്കുമ്പോഴും സുധാകരൻ ഉന്നയിച്ച കൃത്യമായ ചോദ്യങ്ങൾക്ക് പാർട്ടിക്ക് മറുപടിയില്ല. സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ഉണ്ടായാൽ കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ട കേസ് പുനരന്വേഷിക്കാൻ സാധ്യതയേറെയാണ്. നിലവിലെ കോടതി വിധിയിൽ അപ്പീൽ നൽകാതിരുന്ന സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നീക്കം പുതിയൊരു അന്വേഷണത്തിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പല പ്രമുഖരും പ്രതിക്കൂട്ടിലാകും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സ്മാരകം തകർത്തവരെ പാർട്ടിയിൽ തിരിച്ചെടുത്തതും അവർക്ക് പദവികൾ നൽകിയതും ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ CPMന് അത് വലിയ ധാർമ്മിക പ്രഹരമാകും. ജി സുധാകരൻ തന്റെ പാർട്ടി വിരുദ്ധ നിലപാട് പരസ്യമാക്കിയത് ആലപ്പുഴയിലെ അടിത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പാർട്ടിയുടെ ആദർശ പുരുഷനായ കൃഷ്ണപിള്ളയുടെ സ്മാരകം സ്വന്തം സഖാക്കൾ തന്നെ തകർത്തു എന്ന സുധാകരന്റെ വാക്കുകൾ അണികളെ ചിന്തിപ്പിക്കുന്നുണ്ട്. സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അദ്ദേഹത്തെ തള്ളിപ്പറയാൻ നേതൃത്വം കാട്ടുന്ന തിടുക്കം കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് അദ്ദേഹത്തെ നയിക്കാനാണ് സാധ്യത. UDF കാലത്ത് നടന്ന അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത് CPMലെ ഒരു വിഭാഗത്തിന്റെ ഇടപെടൽ മൂലമാണെന്ന സുധാകരന്റെ ആക്ഷേപം ഗൗരവകരമാണ്. അത് അന്ന് ലതീഷ് B. ചന്ദ്രനെ പോലുള്ളവരെ പ്രതികളാക്കി VS പക്ഷത്തെ തളർത്താൻ പിണറായി വിഭാഗം നടത്തിയ നീക്കം ഇപ്പോൾ തിരിഞ്ഞുകൊത്തുകയാണ്. VS പക്ഷത്തെ വെട്ടിനിരുത്താൻ പാർട്ടി സ്വീകരിച്ച അധാർമിക വഴികൾ ഓരോന്നായി പുറത്തു വരുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ സാരമായി ബാധിക്കും. സുധാകരന്റെ ആരോപണങ്ങളെ പ്രതിപക്ഷം വലിയ ആയുധമാക്കാനാണ് സാധ്യത. കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ട കേസിൽ പുനരന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ഇതിനോടകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഭരണമാറ്റമുണ്ടായാൽ ആദ്യ പരിഗണന നൽകുന്ന കേസുകളിൽ ഒന്നായി ഇത് മാറുമെന്നത് ഉറപ്പാണ്. സുധാകരൻ ഉന്നയിച്ച യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ലോകം അറിയണമെന്ന വാശിയിലാണ് VS പക്ഷത്തെ പഴയ പ്രവർത്തകരും.
മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം സുധാകരന്റെ ചോദ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമല്ല. സുധാകരൻ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്ന ആരോപണം ഉയർത്തി വിഷയം വഴിതിരിച്ചു വിടാനാണ് സജി ശ്രമിക്കുന്നത്. എന്നാൽ വിപ്ലവ സ്മാരകം തകർക്കപ്പെട്ട അന്ന് പുലർച്ചെ ഉണ്ടായ അസ്വാഭാവിക നീക്കങ്ങൾ സുധാകരൻ ഓരോന്നായി എണ്ണമിട്ട് പറയുമ്പോൾ സജിക്ക് പ്രതിരോധം കഠിനമാകും. വരും ദിവസങ്ങളിൽ സുധാകരൻ കൂടുതൽ വെളിപ്പെടുത്തൽ അത് പിണറായി സർക്കാരിന് തിരിച്ചടിയാകും. CPM-ന്റെ രാഷ്ട്രീയ ക്രിമിനലിസത്തെക്കുറിച്ച് ചർച്ചകൾ സജീവമാകുന്ന സാഹചര്യത്തിൽ പി കൃഷ്ണപിള്ള സ്മാരകം ആക്രമിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി BJP നേതാവ് സന്ദീപ് വാചസ്പതിയും കഴിഞ്ഞയാഴ്ച രംഗത്ത് വന്നിരുന്നു. സ്മാരകം തകർത്തത് ആരാണെന്ന് തുറന്നു പറയാൻ മുൻ മന്ത്രി G സുധാകരൻ തയ്യാറാകണമെന്നും സന്ദീപ് വാചസ്പതി ആവശ്യപ്പെട്ടു. ആ പൊളിറ്റിക്കൽ ക്രിമിനലിനെ സുധാകരൻ തുറന്ന് കാട്ടണമെന്നാണ് വാചസ്പതി പറഞ്ഞിരുന്നത്. ഇതോടെ തിരഞ്ഞെടുപ്പിൽ പി കൃഷ്ണപിള്ള സ്മാരകം തകർക്കലും ചർച്ചയാക്കുകയാണ് BJP. കൃഷ്ണപിള്ള സ്മാരകം ആക്രമിക്കപ്പെടുമ്പോൾ നിലവിലെ മന്ത്രി സജി ചെറിയാനായിരുന്നു ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നതെന്നും സന്ദീപ് ചൂണ്ടിക്കാട്ടി. അന്ന് CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന ചന്ദ്രബാബുവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഏരിയയുടെ ചുമതലയുണ്ടായിരുന്ന സജി ചെറിയാനെ മാത്രം ചോദ്യം ചെയ്തില്ല. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ഈ വീഴ്ച ഉണ്ടായത് എന്നതും അദ്ദേഹം ആരോപിച്ചു. സുധാകരൻ രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ സത്യം പറയണമെന്നാണ് ആവശ്യം. സ്മാരകം തകർത്തുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് അന്ന് VS അച്യുതാനന്ദൻ തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു. രാഷ്ട്രീയ ക്രിമിനലുകൾക്കെതിരെയാണ് CPM പോരാട്ടം നടത്തുന്നതെങ്കിൽ സ്വന്തം പാർട്ടിയിലെ സമുന്നതനായ നേതാവിന്റെ സ്മാരകം തകർത്ത ക്രിമിനലുകൾ ആരാണെന്ന് വ്യക്തമാക്കാനുള്ള ആർജവം ഇനിയെങ്കിലും സുധാകരൻ കാട്ടണം. G സുധാകരൻ ഈ സംഭവത്തിലെ യഥാർത്ഥ പ്രതികളെ കുറിച്ച് ബോധ്യമുണ്ടാകുമെന്ന് അത് പുറത്തു പറയുകയാണ് ക്രിമിനലിസത്തിനെതിരായ പോരാട്ടത്തിൽ അദ്ദേഹം ചെയ്യേണ്ട ആദ്യ നീക്കമെന്നും സന്ദീപ് വാചസ്പതി കൂട്ടിച്ചേർത്തു. പി കൃഷ്ണപിള്ള സ്മാരകം തകർക്കുമ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന സജി ചെറിയാൻ അന്ന് G സുധാകരനായിരുന്നു ആലപ്പുഴയിലെ CPM-ലെ അവസാന വാക്ക്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന സജി ചെറിയാനായിരുന്നു ആ മേഖലയിലെ ഏരിയ സെക്രട്ടറി. ഏതായാലും ഈ സാഹചര്യത്തിലാണ് പി കൃഷ്ണപിള്ള സ്മാരകം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. മാത്രമല്ല G സുധാകരന്റെ തുറന്നു പറച്ചിലുകൾ കേരള രാഷ്ട്രീയത്തിന് മുകളിൽ വീണിട്ടുള്ള ഒരു വലിയ ബോംബ് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും സജി ചെറിയാനെയും അടക്കാൻ കുരുക്കാൻ ശേഷിയുള്ള അത്ര കഴിവുള്ള ഒരു ബോംബാണ് ഇപ്പോൾ G സുധാകരൻ പൊട്ടിച്ചിരിക്കുന്നത്.